ഹായ് ഹലോ നമസ്കാരം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പേസുമായിട്ട് അല്ലെങ്കിൽ സ്പേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കണക്ഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റെസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഓരോരുത്തരും വിശ്രമിക്കുന്ന സ്ഥലം. ഓക്കെ, അത്തരത്തിലൊരു 3 ഭാഗങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, വിശ്രമ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഭാഗങ്ങൾ അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കോഡെന്ന രൂപത്തിൽ കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. റെസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ അവരുടെ വിശ്രമ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്ന ഒരു ഭാഗമാണ്, നോക്കിക്കോണേ, പേപ്പർ ടേബിൾ എന്ന് പറയും, അല്ലെങ്കിൽ പേപ്പർ ഷെൽഫ് എന്ന് പറയും, അല്ലെങ്കിൽ പേപ്പർ റെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയും. പേരിൽ തന്നെ കാര്യമുണ്ട്. ആര് റെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ്? പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. എവിടെയായിരിക്കും പേപ്പർ റെസ്റ്റ് ചെയ്യുന്നത്? ആ പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പേപ്പർ ഷെൽഫ് എന്ന് പറയാം, അല്ലെങ്കിൽ പേപ്പർ ടേബിൾ എന്ന് പറയാം. നോക്കിക്കോണേ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് പേപ്പർ കൊണ്ടുവരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പേപ്പർ ടേബിൾ എന്ന് പറയുന്നത്. ഈ പേപ്പർ ടേബിളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഈ ഭാഗത്തായിട്ടാണ് പേപ്പർ എല്ലാ സമയത്തും റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയല്ലേ? അല്ല, ഇടയ്ക്ക് പേപ്പർ ഇവിടെ നിന്നിട്ട് ഇറങ്ങി പോകുന്നില്ലല്ലോ അതുവഴി. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ആവശ്യാനുസരണം ഇറങ്ങി താഴേക്ക് പോയി ആ ഒരു സിലിണ്ടറിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ബാക്കിയുള്ള ഭാഗം റെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു പേപ്പർ ടേബിൾ എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ പേപ്പർ ഷെൽഫ് എന്ന് പറയുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ പേരുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേപ്പർ ടേബിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പേപ്പർ വിശ്രമിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓർത്തു വെച്ചിരിക്കുക, പേപ്പർ ടേബിളാണ്. അതല്ലെങ്കിൽ എന്ത് പറയാം, പേപ്പർ ഷെൽഫ് എന്ന് പറയാം, അതല്ലെങ്കിൽ പേപ്പർ റെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയാം. നോക്കിക്കോണം, ഒരു ചരിഞ്ഞ രൂപത്തിൽ, ഒരു ചരിഞ്ഞ പ്ലേറ്റ് വരുന്ന രൂപത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ചരിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്ററിൽ പേപ്പർ കൊണ്ടുവരുന്നത് പേപ്പർ ടേബിളിലേക്കാണ്. ഇവിടെ നിന്നാണ് നേരെ എവിടേക്ക് പോകുന്നത്, സിലിണ്ടറിലേക്ക് പോകുന്നത്. സിലിണ്ടറിലേക്ക് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ് നോബൊക്കെ വെച്ചുകൊണ്ട് നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പേപ്പർ എവിടേക്കാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്ററിലെ പേപ്പർ ടേബിളിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പേപ്പർ കൊണ്ടുവരുന്നത്. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവിടെ കൊണ്ടുവരുന്നു, ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പർ അവർ റെസ്റ്റ് ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടൈപ്പ് റൈറ്ററിനകത്ത് ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഓയിൽ അപ്ലൈ ചെയ്യേണ്ടുന്നതും അപ്ലൈ ചെയ്യാണ്ടാത്തതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഉള്ളിലിരിക്കുന്ന പൽചക്രങ്ങൾ പോലുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് പൽചക്രങ്ങൾ ഈ ഒരു ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൽചക്രങ്ങളിൽ കൃത്യമായും ഓയിലിംഗ് നമുക്ക് പ്രോപ്പറായി ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്തില്ല, ഇതിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, വ്യക്തമായി നടക്കില്ല. അപ്പോൾ വ്യക്തമായി നടക്കണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് തെറിച്ചും കാണും, നമ്മുടെ പേപ്പറിലേക്ക് വീണ് കഴിഞ്ഞാൽ പേപ്പർ ഡാമേജ് ആവും, അല്ലെങ്കിൽ നമുക്ക് നീറ്റായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് കിട്ടത്തില്ല. അത്തരത്തിൽ ആ ഓയിൽ അപ്ലൈ ചെയ്ത ഭാഗങ്ങളിലേക്ക് പേപ്പറിനെ എത്തിക്കാതെ കൃത്യമായും സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പറിനെ കടത്തി വിടുന്നതിനും പേപ്പർ ടേബിളിന് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ ടേബിൾ എന്ന് പറയുന്ന ഭാഗത്തിന് ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക, പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന ഭാഗം എന്ന രൂപത്തിൽ ഓർത്തു വെച്ചിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 പോയിന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓയിലി പാർട്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പറിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം കൂടി ഏതാണ്, പേപ്പർ ടേബിൾ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത വിശ്രമ സ്ഥലത്തിലേക്ക് പോകാം. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ഭാഗം കൂടിയായിരിക്കും ഹോം കീസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹോം കീസ് എന്ന് പറയുന്നത്? ASDF LKG എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഒരു പാട്ട് പോലെ നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അവനും ഈ വിശ്രമ സ്ഥലവുമായിട്ട് എന്താണ് ബന്ധം? ഓക്കെ, നമുക്കറിയാം നമ്മുടെ ക്യാരക്ടർ കീസിനെ ഈ ഒരു കീബോർഡിൽ, ടൈപ്പ് റൈറ്റർ കീബോർഡിൽ 4 വരികളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെയാണേ. അപ്പോൾ ആ ഒരു 4 വരികളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും മധ്യഭാഗത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വിരലുകൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് ഹോം കീസ് എന്ന് പറയുന്നത്. ASDF എന്ന് പറയുന്ന LKG എന്ന് പറയുന്ന ഈ കീയിലല്ലേ നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യാൻ പോയാലും അവസാനം വിരലുകൾ കൊണ്ടെത്തിക്കുന്നത് അവിടെയല്ലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മളതിനെ ഹോം കീസ് എന്ന് വിളിക്കുന്നത്. എവിടെ പോയാലും വിശ്രമിക്കാനായി അവസാനം ഓടിയെത്തുന്ന നമ്മളെ വീട് പോലെയാണ് ASDF LKG എന്ന് പറയുന്ന കീസ് നമ്മുടെ ടൈപ്പ് റൈറ്റർ കീബോർഡിലുള്ളത്. നമ്മളെ വിരലുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. മറ്റുള്ള കീകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ വിരലുകൾ എപ്പോഴും എവിടെയായിരിക്കും? ASDF LKG എന്ന് പറയുന്ന കീയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ ഒരു ഹോം കീസിനെയും നമ്മൾ ഒരു വിശ്രമ സ്ഥലമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഏതാ? നമ്മുടെ വിരലുകളുടെ വിശ്രമ സ്ഥലമാണ്. അപ്പോൾ വിരലുകൾക്ക് വിശ്രമിക്കാനായിട്ട്, നേരത്തെ പറഞ്ഞത് പേപ്പറിൻ്റെ വിശ്രമ സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് വിരലുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. അതാണ് ഹോം കീസ് എന്ന് പറയുന്നത്. ASDF LKG എന്ന രൂപത്തിലാണ് ഹോം കീസ് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ഹോം കീസ് 4 വരികളിൽ, നമ്മുടെ ക്യാരക്ടർ കീസ് 4 വരികളിലായി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഹോം കീസ് എത്രാമത്തെ വരിയിലാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, PSCയുടെ ഉത്തരപ്രകാരം ഓർത്ത് വെച്ചിരിക്കണം 2ാമത്തെ വരിയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. എണ്ണി വരുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ നിന്നും എണ്ണി വരുമ്പോൾ 3ാമത്തെ വരിയിലാണ്. പക്ഷേ ഡയറക്റ്റ് എത്രാമത്തെ വരിയിലെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അവിടെ ഓർത്ത് വെച്ചിരിക്കുക 2ാമത്തെ വരിയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതെല്ലാം മുകളിൽ നിന്നും എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്ത് ചെയ്യുക, 3ാമത്തെ വരി എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങളോട് ചോദിക്കുന്നു എത്രാമത്തെ വരിയിലായി ഹോം കീസ് കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ വരിയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഹോം കീസ് എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. വിരലുകളുടെ വിശ്രമ സ്ഥലമാണ് ഏത്? ഒരു ടൈപ്പ് റൈറ്റർ കീബോർഡിലെ വിരലുകളുടെ വിശ്രമ സ്ഥലമാണ് ഹോം കീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വിശ്രമ സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇറ്റ് ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഫോർ ഓൾ ടൈപ്പ് ബാർസ്. എല്ലാ ടൈപ്പ് ബാറുകളും വിശ്രമിക്കുന്ന സ്ഥലം, ഈ ഒരു ടൈപ്പ് ബാറുകളെല്ലാം വിശ്രമിക്കുന്ന സ്ഥലത്തിനെയല്ലേ നമ്മൾ ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടൈപ്പ് ബാസ്ക്കറ്റും മറ്റൊരു വിശ്രമ സ്ഥലമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ടൈപ്പ് ബാറുകളുടെ വിശ്രമ സ്ഥലമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഈ 3 ഭാഗങ്ങളും ഈ ഒരു കണക്ഷൻ വെച്ചുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 3 ഭാഗങ്ങളും പഠിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ, ഫസ്റ്റ് പറഞ്ഞത് പേപ്പർ ടേബിളിനെ കുറിച്ചായിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഹോം കീസിനെ കുറിച്ചായിരുന്നു. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ടൈപ്പ് ബാസ്ക്കറ്റിനെ കുറിച്ചായിരുന്നു. പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് പേപ്പർ ടേബിൾ, വിരലുകളുടെ വിശ്രമ സ്ഥലമാണ് ഹോം കീസ്, ടൈപ്പ് ബാറുകളുടെ വിശ്രമ സ്ഥലമായിരുന്നു ടൈപ്പ് ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.